നടന്ന പില്ലോ ടാസ്കിൽ അവിടെ നെസ്റ്റ് ടീമിന്റെ ജഡ്ജായിട്ട് വന്നത് ശ്രീതു ആയിരുന്നു. നെസ്റ്റ് ടീമിൽ മത്സരിക്കാനായിട്ട് നിന്നിരുന്നത് അവിടെ ജാസ്മിനും അർജുനായിരുന്നു. അവർ ഏകദേശം 6 പില്ലോകളാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നത്. ജഡ്ജ് ചെയ്യാനായിട്ട് എത്തിയത് ശ്രീതു വന്നിട്ട് ഓരോ പില്ലോകളായിട്ട് എടുത്തു മാറ്റിയിട്ട് ഇതിന്റെ സ്റ്റിച്ചിങ് ശരിയല്ല, ഇതിൽ ക്വാളിറ്റി ഇല്ല, ഇതിന് ക്വാണ്ടിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തു മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലെ 2-3-4 എണ്ണം ഏകദേശം നല്ലത്, 3 എണ്ണങ്ങൾ നല്ലതുണ്ടായിരുന്നു. അപ്പൊ ആ 3 എണ്ണം എടുത്തു വെച്ചുകൊണ്ട് അതിൽ ഒരെണ്ണത്തിന്റെ സ്റ്റിച്ച് കൈകൊണ്ട് അടർത്തി പിടിച്ചുകൊണ്ട് ഇത് ദേ ഇവിടെ സ്റ്റിച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത് എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു ശ്രീതു. പക്ഷെ സ്റ്റിച്ച് അപ്പൊ അവിടെ അർജുൻ പറയുന്നുണ്ട് അത് കൈകൊണ്ട് അടർത്തിയപ്പോൾ വന്നതാണ് ആ ഒരു ഇത്, അല്ലാതെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ അർജുൻ പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് മാറ്റി വെക്കുന്ന സമയത്ത് അവിടെ ജാസ്മിൻ നിന്നിട്ട് അങ്ങനെ പറയല്ല മേഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ശ്രീതു അങ്ങനെ ചെയ്യുമെന്ന് അർജുൻ അവിടെ കരുതിയില്ലെന്ന് തോന്നുന്നു. കൈകൊണ്ട് ആ വിടർത്തി പിടിച്ചത് അവിടെ ഇഷ്ടപ്പെട്ടില്ല അർജുൻ പറയുന്നുണ്ടായിരുന്നു അതൊട്ടും ശരിയല്ല അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു പില്ലോയുടെ എടുത്തുകൊണ്ട് നൂല് പിടിച്ച് വലിക്കുകയോ അങ്ങനെ എന്തോ ശ്രീതു ചെയ്തു, അതും അർജുനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഈ 2 എണ്ണം ഇതിൽ ഏറ്റവും ബെറ്ററാണ്, 2 പില്ലോ ഏറ്റവും ബെറ്ററാണ്, ഏറ്റവും നല്ലതാണ്, ഇത് രണ്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ആദ്യം അവിടെ അർജുൻ പറഞ്ഞു. പക്ഷെ ശ്രീതു ഒട്ടും സമ്മതിച്ചില്ല. ശ്രീതു പറഞ്ഞു ഇല്ല ഇത് രണ്ടും ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, രണ്ട് വലിപ്പത്തിലാണ് ഇരിക്കുന്നത്, രണ്ടിലും 2 ക്വാളിറ്റിയിലാണ് അവിടെ പില്ലോയില് പഞ്ഞി നിറച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീതു ഇങ്ങനെ കിടന്ന് വാദിക്കാനായിട്ട് തുടങ്ങി. ശ്രീതു ഭയങ്കരമായിട്ട് ഇന്നലെ അമ്മ ഒന്ന് പറഞ്ഞതിന് ശേഷം ശ്രീതു മൊത്തത്തിൽ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. ശ്രീതു ഭയങ്കര സ്ട്രോങ്ങും പവർഫുള്ളൊക്കെ ആയിട്ട് ശ്രീതു ഭയങ്കര വ്യത്യാസമാണ് ശ്രീതുവിന്റെ ക്യാരക്ടറിൽ ഇന്നലെ മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗെയിമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ ശ്രീതു നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പൊ ശ്രീതു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ സംസാരിക്കുന്നത് ഇതെടുക്കാൻ പറ്റില്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കുറെ കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവസാനം അർജുൻ തന്നെ പറഞ്ഞു ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ശരി എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കായിരുന്നു അർജുൻ അവിടുന്ന്. അതായത് ശ്രീതുവിന്റെ ആ പെരുമാറ്റം കണ്ടപ്പോൾ ഓൾറെഡി എല്ലാ ജഡ്ജിമാരും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്, പക്ഷെ ശ്രീതുവും അതേപോലെ ചെയ്യുന്ന കണ്ടപ്പോൾ അർജുൻ എന്ത് ചെയ്തു ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നു. പിന്നീട് ശ്രീതു അവിടെ 1 പില്ലോയാണ് പിന്നീട് ശ്രീതു അവിടെ ആക്സെപ്റ്റ് ചെയ്തത്. 1 മാർക്കാണ് അങ്ങനെ അവർക്ക് കിട്ടിയത്, 1 പില്ലോയാണ് എടുത്തത്. പിന്നീട് ശ്രീതുവും അർജുനും ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ആ നൂല് അടർത്തിയത് ഇഷ്ടമായില്ല, അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന്റെ ഇടയിൽ വിരലിട്ടിട്ട് ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് ഇഷ്ടമായില്ല എന്നവിടെ അർജുൻ വന്ന് ശ്രീതുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു പറഞ്ഞു അല്ല എനിക്കത് ഗ്യാപ്പ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ കൈവച്ച് കാണിച്ചത്, പിന്നെ അവിടെ നൂല് പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നൂല് വലിച്ചു കാണിച്ചത് എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അർജുൻ പറയുന്നുണ്ട് അല്ല എനിക്കങ്ങനെ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് അർജുൻ ആ സമയത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു മറ്റുള്ളവരെല്ലാവരും നിന്നെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നി നീ ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ, നിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും നീ എടുക്കുക എന്ന് ഞാൻ മനസ്സിൽ കണക്കു കൂട്ടി. മറ്റുള്ളവർ നിന്റെ അടുത്ത് എത്രയൊക്കെ പറഞ്ഞാലും നീ നിന്റേതായ ഡിസിഷൻ എടുക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് അർജുനോട് പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് നെസ്റ്റിന് പോയിന്റ് കൊടുക്കരുത് എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അവിടെ ശ്രീതുവിന്റെ 1 പില്ലോ അവിടെ ആക്സെപ്റ്റ് ചെയ്തിരുന്നു ശ്രീതു. അപ്പൊ ശ്രീതുവിന്റെ നിലപാടായിരുന്നു അവിടെ എടുത്തതെന്ന് പിന്നീട് 2 പേരും കൂടി നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു.